ഞാൻ തുടങ്ങുന്നത് കനൽക്കാറ്റ് മമ്മൂക്കയുടെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടാണ് എൻ്റെ തുടക്കം. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് എൻ്റെ മനസ്സിലേക്ക്. പക്ഷെ ഭയങ്കര അന്നും പേടി, അന്ന് അത്ര കാരണം അഭിനയം അറിയില്ലൊന്നും അറിയില്ല, അന്ന് അത്ര പേടിയൊന്നും തോന്നില്ല. പക്ഷെ ഇപ്പോഴും മമ്മൂക്കയെ കാണുമ്പോൾ നമുക്ക് ചങ്കിടിക്കും, പേടിച്ച് ഇങ്ങനെ നിൽക്കുമെങ്കിലും മെസ്സേജൊക്കെ അയച്ചാൽ ആ സ്പോട്ടിൽ അപ്പം തന്നെ ഒരു കുപ്പുകയോ ചിരിയോ അയ്യോ. പിന്നെ ഞാൻ പറയട്ടെ, കോവിഡ് സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് കോവിഡ് ആയിരുന്നല്ലോ എനിക്ക് വന്നത്. ഞാനപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ മമ്മൂക്കയുടെയും ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബീനയ്ക്ക് ഭയങ്കരമായ, അപ്പോൾ അവരുടെ മെസ്സേജ് ഇങ്ങനെ അയക്കും, പ്രേയേഴ്സ് ഉണ്ട്, പേടിക്കേണ്ട, നമുക്ക് റിക്കവർ ആവും, പേടിക്കാൻ. എനിക്ക് ഇതൊക്കെ വെച്ചിട്ടൊക്കെ കിടക്കാണ്. എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനൊരു 9 ദിവസം കൊണ്ട് എങ്ങനെയാണ് റിക്കവറായി വന്നതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ ഇവരുടെയൊക്കെ വോയിസ് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു സത്യമായിട്ട്. മമ്മൂക്ക നമ്മളെല്ലാവരും കാണുമ്പോഴേ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ഇതാണ്, പക്ഷേ ഉള്ളും മനസ്സുണ്ടല്ലോ ദൂരം നൽകി. കാരണം ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞോട്ടെ. അമ്മ എന്ന് വെച്ചാൽ തുടങ്ങി നമ്മളൊക്കെ തുടക്കം. ഞാനിപ്പോൾ മാണിക്യച്ചമ്പഴുക്ക എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വേണിച്ചേട്ടൻ, അപ്പോൾ ഞാനൊക്കെ ചെറിയ ആർട്ടിസ്റ്റുകളല്ലേ, അപ്പോൾ ഞാൻ വേണിച്ചേട്ടൻ വിളിച്ചു, വേണിച്ചേട്ടാ നമ്മൾ എപ്പോഴാണ് വരണ്ടേ അങ്ങോട്ട്? തുടങ്ങി എല്ലാവരും വേണം, ഇവിടെ തിരുവനന്തപുരത്താണല്ലോ തുടങ്ങി, അപ്പോൾ എല്ലാവരും വരണം, നമുക്ക് പാട്ടും ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഭയങ്കര ആവേശത്തിലൊക്കെ വീട്ടിൽ ചെല്ലണു. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിഹേഴ്സൽ ക്യാമ്പിൽ വരണം. അപ്പോഴാണ് എൻ്റെ അപ്പച്ചന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ICUവിൽ 2 ദിവസം അവിടെ നിൽക്കുകയാണ്. ഈ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, പതുക്കെ വന്നാൽ മതി, കുഴപ്പമില്ല, നമുക്ക് ഇതെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം ലേറ്റായിട്ട് ചെല്ലുമ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ ലാലേട്ടൻ, അവിടെ സുമാരി അമ്മ, സുരേഷ് ഏട്ടൻ, വലിയ ക്രൂസ് ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പേടിച്ച് ഞാനും വെച്ച് പതുക്കെ ഇങ്ങനെ അപ്പോൾ തുടങ്ങി റിഹേഴ്സൽ 2ാമത്തെ ദിവസം. ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ ലാലേട്ടനൊക്കെ ഇങ്ങനെ ഇപ്പോഴാണോ അങ്ങനെ എന്ന് വെച്ചാൽ നോർമലി എല്ലാവരും ഇത്രയും വലിയ സ്റ്റാർസൊക്കെ ഇവിടെ വന്നിട്ട് എന്താ ഇത്ര ലേറ്റായി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ലാലേട്ട, അപ്പച്ചന് ഹോസ്പിറ്റലായിരുന്നു. എന്നാലും നമ്മളൊരു ഇതില്ലേ, നമുക്കിപ്പോൾ ഇത്രയും പേരൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊരു ഡാൻസിലുണ്ടായിരുന്നു, രാമായണക്കാറ്റ് എന്നുള്ള ഡാൻസ് സുചിത്രയും ബീനയായിരുന്നു എൻ്റെ ഒപ്പം കളിക്കാനുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ പേടിച്ചൊക്കെ ഇങ്ങനെ നിന്നപ്പോഴേക്കും മമ്മൂക്ക് അവിടെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ കരച്ചിലും പറഞ്ഞു, പേടി. മമ്മൂക്ക് പറഞ്ഞു, എന്താ അവൾ കാര്യം പറഞ്ഞല്ലോ, എന്ത് ക്വസ്റ്റ്യൻ കയറി പോച്ചല്ലേ, ഇപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഇത് ചെയ്യുന്നു പറഞ്ഞു. അയ്യോ ദൈവം ഒന്ന് പറയൂലേ, അതുപോലെയാണ്. മമ്മൂക്ക വന്ന് ഒരു വാക്ക് പറഞ്ഞു, ആരും പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അകത്തേക്ക് പോയി പ്രോഗ്രാമൊക്കെ ചെയ്തു. അന്ന് തുടങ്ങി എൻ്റെ മനസ്സിൽ ഞാൻ ശരിക്കും മമ്മൂക്കയെ കാണുന്നത് വേറൊരു എന്താ പറയാ, ശരിക്കും കാരണം പുള്ളിയുടെ വോയിസിനും വാക്കിനൊക്കെ അത്ര വിലയുമുണ്ട്.